welcome to my vlog. നമ്മൾ വൈത്താങ്കി ഫോൾസിന്റെ പേരെന്താ? വൈത്താങ്കി ഫോൾ. വൈത്താങ്കി ഫോൾസ് എന്നാണ് ഈ ഫോൾസിന്റെ പേര്. ഫോൾസിന്റെ സൗണ്ട് കാരണം വോയിസ് കിട്ടണമെന്ന് അറിയില്ല. മഴയൊക്കെ പെയ്തത് കൊണ്ട് ഫോൾസ് നല്ല സ്ട്രോങ് ആണ്. താഴേക്ക് വന്ന് വെള്ളം കുത്തി ഒലിച്ച് വീണ് അവിടെ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയാ പോകുന്നത്. ഒത്തിരി ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിലൊരു മരമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു മരം. ഓക്കാണ്ടിയും തൊട്ടടുത്താണ് ഈ സ്ഥലമുള്ളത്. അധികം ദൂരമൊന്നുമില്ല, ഒരു 45 മിനിറ്റ് ഡ്രൈവിൽ തന്നെ നമുക്കിവിടെ എത്താൻ പറ്റും. ഈ ഫോൾസ് ഇവിടെ ഇങ്ങനെ വന്ന് വീണ് നേരെ ഒരു പുഴയിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ പൊക്കിയെടുത്തിട്ട് ഞങ്ങൾ വാട്ടർഫോൾസിൽ ഇടാൻ പോവാട്ടോ. ഇവിടെ ഒരു മരം കടപുഴകി വന്ന് വീണ് ഇവിടെ പാറയപ്പോൾ തറഞ്ഞു നിൽക്കണ്ടേ. എനിക്ക് തോന്നുന്നു മോളിൽ നിന്ന് എവിടെന്നെങ്കിലും, ഇതൊക്കെ ഫോറസ്റ്റ് ആണ്, മോളിൽ നിന്ന് എവിടെന്നെങ്കിലും വന്ന് വീണതായിരിക്കും. ആ വെള്ളച്ചാട്ടം വന്ന് ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അവിടെ നിന്ന് പിന്നെ അത് ഇങ്ങനെയാണ് പുഴയിലേക്ക് പോകുന്നത്. ഈ വഴിയില്ലേ കിഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ റോക്കിൽ ചവിട്ടി സ്റ്റെപ്പ് ചെയ്ത് വേണം വരാനായിട്ട് അല്ലേ? കയറണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തേ. ആ ഉണ്ടോ, സ്റ്റെപ്പിൽ ചവിട്ടി ചവിട്ടി വേണം കയറാൻ, കാരണം സ്ലിപ്പറി ആണല്ലേ എന്നതാ. ആ അവിടെ നിൽക്കണ്ട, വീഴും. ഈ മരത്തിന്റെ കമ്പില് വരെ പൂപ്പല് പോലെ പിടിച്ചേക്കണു അല്ലേ? നല്ല കട. നമ്മളിത് ഒരു ബീച്ചിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് 2-3 അട്രാക്ഷൻസ് ഉണ്ട്. ഇതാണ് വാട്ടർഫോളിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ. ഇതുപോലത്തെ ഒരു തോടിൻ്റെ അത്ര സൈസുള്ളൂ. അതിൽ നിന്ന് ഒലിച്ച് തന്നെ ഈ വെള്ളമാണ് നേരെ നമ്മളെ നേരത്തെ കണ്ട വാട്ടർഫോളിലേക്ക് ചെന്ന് ചാടുന്നത്. നമ്മുടെ അവിടെ നിന്ന് കണ്ട മരം, നല്ലൊരു മരം. മരത്തുമ്പോൾ ഒരു ഊഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് കിടന്ന് ആടാം, നല്ല രസമായിരിക്കും. ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്പോട്ട് ഉണ്ട്. മോളിൽ കയറല്ലേ, മോളിൽ കയറല്ലടാ, ഫുഡ് കഴിക്കണ സ്ഥലം അത്. നല്ല ഭംഗിയുള്ള സ്ഥലം. അവിടെ കുറച്ച് ഇന്ത്യൻസ് വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പുറത്ത് പഴയ വീടാന്ന് തോന്നുന്നു അത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് വർക്ക്ഷോപ്പ്, ഫാമിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും. ന്യൂസിലാൻഡിൽ നാടൻ കോഴി. പിടിക്കാൻ പാടില്ല, ഇതാ അറിയണോ, കൊറേ ഉണ്ടല്ലേ. ദേ ഞാൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വന്നിട്ട് നാടൻ കോഴീനെ കാണുന്നത്. ദേ ഒരുപാടുണ്ട്, ഇതേ അടുത്തേക്ക് വന്നത്. തീറ്റ കിട്ടാനാന്ന് തോന്നുന്നു. ഐസ്ക്രീം എടുക്കും കോഴി. നമ്മൾ വന്നത് ന്യൂസിലാൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഇവിടെ. അത് 1985 എസ്റ്റാബ്ലിഷ് ആയ ഒരു കമ്പനിയാണ്. ഭയങ്കര വലിയ കമ്പനിയാണെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് ഔട്ട് ഉണ്ട്. നമ്മൾ അറ്റത്ത് കാണുന്ന ആ പുക പറക്കുന്നത് സ്റ്റീൽ കമ്പനിയുടെയാണ്. ഇവിടെ നിന്നാണ് അതിൻ്റെ ലുക്ക് ഔട്ട്. അറ്റത്ത് കാണുന്ന ആ ഒരു കമ്പനിയാണ് ന്യൂസിലാൻഡ് സ്റ്റീൽ. ഭയങ്കര വലിയ കമ്പനിയാണ്, സ്റ്റീൽ പ്രൊഡക്ഷനാണ് മെയിൻ. വർഷത്തിന് മുകളിൽ പഴക്കമുള്ള കമ്പനിയാണ്. നമ്മുടെ ഈ സ്റ്റീൽ സാൻഡ് എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റീല് വേർതിരിച്ച് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു കമ്പനി. അതിൻ്റെ ഫുൾ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ഒരു ലുക്ക് ഔട്ട് അത് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുള്ളൂ, പക്ഷെ വലിയൊരു കമ്പനിയാണ്, ഹ്യൂജ് കമ്പനി. അങ്ങനത്തെ സ്റ്റീൽ ഉണ്ടാക്കണതാണല്ലേ. ആ അത് ഒത്തിരി ഉള്ളിലാണ് ഈ കമ്പനി കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു പൊല്യൂഷൻ്റെ ഒക്കെ കാരണം കൊണ്ടായിരിക്കാം. അധികം ആൾത്താമസമൊന്നുമില്ല, വല്ലാത്ത ഒരു കാടിൻ്റെ ഇടയിൽ കൊണ്ടാണ് ആ കമ്പനി വെച്ചിരിക്കുന്നത്. സർപ്രൈസിങ് ഈസ് കുറേ കോഴികളുണ്ട്. ഒറ്റക്കാലിൽ നിൽക്കണം ഈ കോഴി.
അയ്യോ ആ കാണിക്കില്ലേ അതാണ് പിടിക്കും കോഴി. ആ ആ ആ ആ ആ ആണോ? ആ എനിക്ക് തോന്നുന്നത് ആരുടെയും കോഴി ആയിരിക്കില്ല കേട്ടാ. പിടിച്ച് വണ്ടിയിലിടണോ? അതെ അതെ, ഇവിടെ നിന്നുള്ള കൊത്തിപ്പറക്കി ജീവിക്കണായിരിക്കും. കോഴിക്ക് ഹൗസ് വേണോ? എന്തിനാ കോഴിക്ക് ഹൗസ്? എന്താ കോഴിക്ക് ഹൗസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആണോ? ഫുഡ് അന്വേഷിച്ച് നടക്കണതാ. നല്ല രസമുള്ളൊരു ചെടി. എന്ത് രസാലേ. ചെറിയ ചെടിയല്ല, ഒരു മരം തന്നെയാണത്. അല്ല കേട്ടോ, ഇതിനൊരു പ്രത്യേക കളറ്, ഒരു യെല്ലോ ഷെയ്ഡ്. ഇതൊരു മുള്ള് പോലത്തെ ഉള്ള ഇല. മുള്ളല്ല, സ്പൈക്ക് പോലെ. ഐസ്ക്രീമിന്റെ കോണാണ് കോഴികള് പിടിച്ചിട്ട് ഓടുന്നത്. ഞങ്ങൾ ഐസ്ക്രീം ലേശം ബാക്കി വന്നപ്പോ കോഴിക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചിട്ട് ഐസ്ക്രീം കൊടുത്തതാ. ഓക്കെ, ഐസ്ക്രീമിന്റെ കോൺ മനുഷ്യന്മാരെ പോലെ തന്നെ കോഴികൾക്ക് ഇഷ്ടാട്ടോ. ഫാസ്റ്റ് ആയിട്ട് കഴിക്കണ്ടല്ലേ. പാവം, ആ സെന്ററിലുള്ള കോഴിക്കാണെങ്കിൽ കിട്ടണില്ല. ഇവനും കൊടുത്തില്ല, ആ കറുത്ത കോഴിയും കൊടുത്തില്ല. നെയ്യപ്പ ആ കോഴി അങ്ങോട്ട് കൊടുന്നു. എനിക്ക് താടാ. ആ ലേശം പീസ് കിട്ടി. കോഴിക്കൊക്കെ ഐസ്ക്രീം ഇത്ര ഇഷ്ടമാണോ? അതിനകത്ത് ഐസ്ക്രീം ലേശം ഉണ്ടായുള്ളൂ. ആ കോണാണ് മെയിൻ ആയിട്ട് അവർ കഴിച്ചത്. കണ്ടോ കോൺ കഴിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സ്ഥലമൊന്നും വൃത്തികേടാക്കുന്നില്ല. ഒരു ചെറിയ പേപ്പർ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. അത് ഞങ്ങൾ വണ്ടിയിലേക്ക് എടുത്തിടുന്നുണ്ട്. നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഒരിക്കലും വൃത്തികേടാക്കാൻ തോന്നത്തില്ലല്ലോ. കരിയോ താഹി ബീച്ച്. കരിയോ താഹി ബീച്ച്. നമ്മളൊരു ബീച്ചിലേക്ക് എത്തി. നമ്മള് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. ബീച്ച് ഭയങ്കര വിശാലമായ ബീച്ച്. 1 മിനിറ്റ് ഒന്നുമല്ല, പോടാ. കണ്ടോ, ഇതില് ഒരു വലിയ മലഞ്ചെരുവിന്റെ അടുത്താണ് ഈ ബീച്ച് വന്നത്. ക്ലിഫ് പോലെ അല്ലേ. ആ വലിയ കാർസൊക്കെ എടുത്ത് നമുക്ക് ഇത് കൂടെ ഡ്രൈവും ചെയ്യാം. ഒരുപാട് കാറുകൾ കാണുന്നുണ്ടോ? ആ റാഫോർ ഓടിക്കാം, ഹൈലാൻഡർ ഓടിക്കാം, പിന്നെ ടെസ്ല ഓടിക്കാം. സൈബർ ട്രക്ക് ഓടിക്കാം. നല്ല രസമുണ്ട്. ഇവിടെ കുറെ വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവര് മറ്റേ ബീച്ച് ഡ്രൈവ് ചെയ്യുന്ന പോലെ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ തകർക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് അത്രയും വലിയ വണ്ടി ഇല്ല, കണ്ടിട്ട് കൊതിയാവുണ്ട്. ആ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബീച്ച് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ബ്ലാക്ക് സാൻഡ് ആണ്. വോൾക്കാനിക് എറപ്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് പല ബീച്ചുകളും ബ്ലാക്ക് സാൻഡ് ബീച്ചുകളാണ് ഇവിടെ ഉള്ളത്. 1-2 ബ്ലാക്ക് സാൻഡ് ബീച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ പ്രത്യേകത ഫീൽ ചെയ്തത് മലഞ്ചെരുവാണ്. സ്ട്രെയിറ്റ് മലയിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് ഇറങ്ങുന്നു. അതാണ് പ്രത്യേകത. ക്ലിഫ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മല ഇടിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് ഒരു സൺസെറ്റിന് വേണ്ടി, സൺസെറ്റ് ഒരു 1 അവർ കൂടി ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വന്നത്. നല്ല ഭംഗിയുള്ളൊരു സമയം, നല്ല തെളിച്ചം, ആകാശം ഇങ്ങനെ നിൽക്കണു. ഈ കടൽ വഴി നേരെ പിടിച്ച ഓസ്ട്രേലിയ, സിഡ്നി, മെൽബൺ, കാൻബറ ആ ഭാഗത്തേക്കൊക്കെ എത്താൻ പറ്റും. ഒരുപാട് പേര് നല്ല അടിപൊളി 4x4 കാറൊക്കെ ആയിട്ട് വന്ന് തകർക്കുന്നുണ്ട്. വാവ്, ഒരു 4x4 വാങ്ങിച്ചിട്ട് വേണം എനിക്ക് തകർക്കാൻ. ഇത് കണ്ടോ, ചെളി പോലെ പതഞ്ഞ വെള്ളമുള്ള പ്രത്യേക ടൈപ്പ് തരാം. സൺസെറ്റിന്റെ സമയം ആവാറായി. നല്ല ഭംഗിയുണ്ട്. ബീച്ചിൽ ഒടുക്കാത്ത ഭംഗി. ഒരു അടിപൊളി ട്രക്കിന് ഏതാ ഒരു ട്രക്ക് പോലെ നോക്കിയടാ. പഴയ ലാൻഡ് ക്രൂയിസർ ആണെന്ന് തോന്നുന്നു, പ്രാഡോ. ഹലോ, പുള്ളി ഹായ് അടിച്ചു. ഓ എന്നാ കിടിലം വണ്ടിയാ. അവിടെ ചെറിയൊരു തോടുണ്ട്, അതിൽ കൂടെ അവന്മാർ തെറിപ്പിച്ച്. ആഹാ, അടിപൊളി. ഞങ്ങളിവിടെ പേരെഴുതി നദാനെന്ന്. ഇവിടെ വരെ തിര വരുമെന്ന് നോക്കാം. വെള്ളം വരുവോടാ? അതെന്താ? ജിതിൻ, നദാൻ, ജിതിൻ വന്നില്ലല്ലോ. വരുമെന്ന് നോക്കാം. ഒരു തിര വരുന്നുണ്ട്, പേര്. അത് ഓടിക്കോടാ.
ഓടിക്കടാ. നദാന്റെ പേര് വാക്കിയോ മാക്കിയോ ഇല്ല ഇല്ല. വരുന്നുണ്ട്. ഇല്ലടാ വരില്ല. സേഫ്. അടുത്ത തിരവരപ്പ് നമുക്ക് നോക്കാം. നദാൻ പോയിട്ട് തിരനോട് പറ്റിക്കാൻ നോക്കണോന്ന്. ആ അത് നല്ല പവർഫുൾ ആട്ടനതാ. ആ ആ കമ്മിങ്. ഓ ഓ ഓ എന്താലേ ഇവിടെ തള്ളിപ്പോ തെര ഇവിടെ തള്ള പെരുപ്പൂ. അയ്യോ എല്ലാം പോയി. ഇത് അത് രണ്ടാമത്തെ പോയി. അത് പോയി. ഇനി ഇത് മാത്രം ബാക്കിയുള്ളൂ. നമ്മുടെ ബീച്ച് കഴിഞ്ഞു. ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ വ്ലോഗ് തീർന്നു എന്ന് പറ. ബൈ. ഇതേ ഒരു ഡോഗ് വേണടാ. ഓക്കെ ബൈ.